എറണാകുളത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്ന് 2 പേർ കുടുങ്ങി. സ്വകാര്യ കമ്പനിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ് തകർന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഷീന മാർട്ടിനുണ്ട്. ഷീന, ഈ നടന്ന സംഭവം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? 2 പേർ കുടുങ്ങിക്കിടക്കുന്നതായിരുന്നു കുറച്ച് മുന്നേ വന്ന വിവരം. ഇവരെ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത്? വിവരങ്ങൾ. സേതുലക്ഷ്മി, ഐസ്ക്രീം നിർമ്മാണ കമ്പനിയാണിത്. ഐസ്ക്രീം കമ്പനിയാണിത്. ഇതിൽ പുതിയൊരു കെട്ടിടമാണ് ഇവിടെ പണിതുകൊണ്ടിരുന്നത്. ഈ കമ്പനിയിലെ പുതിയൊരു കെട്ടിടമാണ് ഇവിടെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ മുകളിലെ ഈ പറയുന്ന ഈ തട്ടാണ് തകർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ 10 പേർ അപകടത്തിൽപ്പെടുന്നത്. മൊത്തമുണ്ടായിരുന്ന വൈകുന്നേരം 7 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് 10 തൊഴിലാളികളായിരുന്നു. ഈ 10 തൊഴിലാളികളാണ് നിലവിൽ കെട്ടിടത്തിൽ അപകടത്തിൽപ്പെടുന്നത്. അതിൽ 5 പേരാണ് താഴേക്ക് വീഴുന്നത്. ഈ താഴേക്ക് വീണതിൽ തന്നെ 2 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. ഈ 5 പേരെയും ഇപ്പോൾ നിലവിൽ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ബാക്കിയുള്ള തൊഴിലാളികളുടെ നില അത്ര തന്നെ ഗുരുതരമല്ലെങ്കിൽ തന്നെയും കൈക്കും കാലിനും അതേപോലെ നെഞ്ചിനും പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. ഇതിൽ ഒരു മലയാളിയും ബാക്കിയുള്ള തൊഴിലാളികളെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കമ്പി വെച്ച് മാത്രമാണ്, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കെട്ടിടത്തിനെ പൊക്കി പണിയാനായിട്ട് ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അതായത് തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ ഒരു കെട്ടിടം പണിയുന്നത്. ഈ 10 പേരെ രാത്രി ഏറെ വൈകിയും 10 പേർ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരുന്നില്ല. എന്തിന് ഈ കമ്പനി വർക്കെടുക്കുന്ന അതായത് എഞ്ചിനീയർ പോലും സ്ഥലത്തുണ്ടായിരുന്നില്ല. നാട്ടുകാർ പറയുന്ന വിവരമനുസരിച്ച് എത്രയോ തരത്തിൽ 7 മണി ആയതുകൊണ്ടും അത്തരത്തിൽ കുറച്ചു പേരെങ്കിലും ഈ നാടിൻ്റെ ഈ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും മാത്രമാണ് ഇത്തരത്തിൽ ഇവരെയൊക്കെ രക്ഷപ്പെടുത്താനായത്. ആദ്യം ഫയർഫോഴ്സ് എത്തുകയായിരുന്നു. ഇത്തരത്തിലൊരു അപകടം അറിഞ്ഞ് ആദ്യം ഫയർഫോഴ്സ് എത്തി ഇത്തരത്തിൽ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളായിരുന്നു ആദ്യം തേടിയത്. അതിൽ 5 പേരെയും 3 പേരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം 2 പേർക്കായുള്ള തിരച്ചിലായിരുന്നു നടന്നത്. ആ 2 പേരെയും പിന്നീട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ശരി ഷീന, എറണാകുളത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്നു വീണ തൊഴിലാളികൾക്ക് പരിക്കേറ്റു. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷീന മാർട്ടിൻ.